Voice of woman, voice of woman, voice of woman. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Al-Mamani Cargo, worldwide shipping, on-time delivery, 22 years of excellent service in Oman, door-to-door cargo. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കാണ്. വിസിറ്റ് pkexchange.com and download their app from Google Store or App. നമസ്കാരം. വോയിസ് ഓഫ് വുമൻ സായാഹ്ന വാർത്താ ബുള്ളറ്റിനുമായി ഷെലിൻ പൊയ്യാറ. ഇന്നത്തെ സായാഹ്ന വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അൽ-നമാനി കാർഗോ. 22 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കാർഗോ സർവീസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഒമാനിൽ 275 പുതിയ കോവിഡ് രോഗികൾ, 6 കോവിഡ് രോഗികൾ കൂടി മരണപ്പെട്ടു. 308 രോഗികൾ കൂടി കോവിഡ് മുക്തി നേടി. 24 മണിക്കൂറിനിടെ 33 കോവിഡ് രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മസ്കറ്റ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് 27 വെള്ളിയാഴ്ച നടക്കും. റോഡ് അതിർത്തി വഴി യാത്ര ചെയ്യുന്നവർക്ക് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയ ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് ഇന്നു മുതൽ അന്തരീക്ഷ താപനില കുറയുമെന്ന ഒമാൻ മെട്രോളജി വിഭാഗം. 2021 വാർഷിക ബജറ്റ് മജ്ലിസ് ഷൂറ ചർച്ച ചെയ്തു. വാർത്തകൾ വിശദമായി. ഒമാനിൽ 275 പുതിയ കോവിഡ് രോഗികൾ. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,22,356 ഉയർന്നു. 24 മണിക്കൂറിനിടെ 6 കോവിഡ് രോഗികൾ കൂടി മരണപ്പെട്ടു. രാജ്യത്തെ കോവിഡ് മരണസംഖ്യ 1386. 1.13% കോവിഡ് മരണനിരക്ക്. അതേസമയം 308 രോഗികൾ കൂടി കോവിഡ് മുക്തി നേടിയതോടെ രാജ്യത്തെ ഇതുവരെയുള്ള രോഗം ഭേദമായവരുടെ എണ്ണം 1,13,577. 92.8% കോവിഡ് മുക്തി നിരക്ക്. 24 മണിക്കൂറിനിടെ 33 കോവിഡ് രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 256 രോഗികളാണ് നിലവിൽ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 122 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. നവംബർ മാസത്തിലെ മസ്കറ്റ് ഇന്ത്യൻ എംബസി ഓപ്പൺ ഹൌസ് ഈ വരുന്ന 27-ാം തീയതി വെള്ളിയാഴ്ച നടക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണയും ടെലികോൺഫറൻസ് വഴിയാണ് ഓപ്പൺ ഹൌസ്. 27 ഉച്ചയ്ക്ക് 2 മണി മുതൽ 3:30 വരെ 24695981 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്ത്യൻ സ്ഥാനപതി മുനു മഹാവർ ഓപ്പൺ ഹൌസിൽ സംബന്ധിക്കുമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചു. റോഡ് അതിർത്തി വഴി യാത്ര ചെയ്യുന്നവർക്ക് കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിക്കൊണ്ട് ആരോഗ്യ മന്ത്രാലയം. അയൽരാജ്യത്ത് താമസിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്ന ദിനംപ്രതി അതിർത്തി കടന്ന് യാത്ര ചെയ്യുന്ന ഒമാനികൾക്കും അതിർത്തി ഗവൺറേറ്റുകളായ മുസൻഡം, ബുറൈമി, ദോഫാർ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ഒമാനി കുടുംബങ്ങൾക്കുമാണ് ഇളവ് ലഭിക്കുക. ഈ മാസം 16 മുതലാണ് ഒമാൻ UAE കര അതിർത്തി തുറന്നത്. നിലവിൽ സ്വദേശികൾക്ക് മാത്രമാണ് യാത്രാ അനുമതിയുള്ളത്. ഇരു രാഷ്ട്രങ്ങളിലെയും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും വേണം. കോവിഡ് പരിശോധന, ക്വാറന്റൈൻ എന്നിവയെല്ലാം റോഡ് അതിർത്തി വഴി സഞ്ചരിക്കുന്നവർക്കും നിർബന്ധമാണ്. രാജ്യത്ത് ഇന്നു മുതൽ അന്തരീക്ഷ താപനില കുറയുമെന്ന് ഒമാൻ മെട്രോളജി വിഭാഗം അറിയിച്ചു. വരും ദിവസങ്ങളിൽ തണുത്ത കാലാവസ്ഥയാകും അനുഭവപ്പെടുക. തീരപ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. 2021 വാർഷിക ബജറ്റ് മജ്ലിസ് ഷൂറ ചർച്ച ചെയ്തു. ഷൂറ സാമ്പത്തിക ധനകാര്യ സമിതി തയ്യാറാക്കിയ കരടും മജ്ലിസ് ഷൂറ സർക്കാരിന് കൈമാറിയ 2021-2025 പഞ്ചവത്സര പദ്ധതി കരടും വിശദമായ ചർച്ച ചെയ്തു. ഷൂറ ചെയർമാൻ ഖാലിദ് ഹിലാൽ അൽ-മവാലിയുടെ അധ്യക്ഷതയിലായിരുന്നു ചർച്ചാ സെഷൻ. പൗരന്മാരുടെ പ്രതീക്ഷയ്ക്കനുസൃതമായ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് മജ്ലിസ് ഷൂറ ചെയർമാൻ ഖാലിദ് അൽ-ഹിലാൽ മവേലി സംസാരിച്ചു. 2 കരട് റിപ്പോർട്ടുകളെക്കുറിച്ചും സാമ്പത്തിക ധനകാര്യ സമിതി തലവൻ അഹമ്മദ് സെയ്ദ് അൽ ഷർക്കി വിശദീകരിച്ചു. ബുറൈമിയിലെ ജനകീയ കർഷകൻ ഇസ്മയിൽ പെരിന്തൽമണ്ണയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന കള്ളൻ എന്ന ഷോർട്ട് ഫിലിമിന്റെ ടീസർ പുറത്തിറങ്ങുന്നു. ഒമാനിലെ ബുറൈമിയിലെ പ്രവാസികളുടെ കൂട്ടായ്മയിൽ പിറവിയെടുക്കുന്ന സിനിമയുടെ ടീസർ ഇന്ന് രാത്രി 7 മണിക്ക് മൈക്ക് മീഡിയ ഫേസ്ബുക്ക് പേജിലൂടെയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. നാടക പ്രവർത്തകൻ ലതീഷ് തണ്ടാശ്ശേരി നായകനാകുന്ന ചിത്രത്തിന് കഥ എഴുതിയത് ജാഫർ ഇബ്രാഹിമാണ്. അമ്പരപ്പും ആകാംക്ഷയും നിറച്ച മുത്തച്ഛി കഥ പോലെ മനോഹരമായ ഒരു സിനിമയാണ് കള്ളൻ. ഖുറിയാത്തിലെ സിവിൽ സ്റ്റാറ്റസ് കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചു. കടലാസ് കപ്പിൽ ചായയോ കാപ്പിയോ കുടിക്കുന്നത് ആരോഗ്യത്തിന് അതീവ ഹാനികരമെന്ന് പഠനം. പ്രതിപക്ഷ നേതാവിനോടും മാധ്യമ സ്വാതന്ത്ര്യത്തോടുമുള്ള ഇടതു സർക്കാരിന്റെ നിലപാടുകളോടും മസ്കറ്റ് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ ഭേദഗതി സർക്കാർ ഉടൻ പിൻവലിക്കണമെന്ന് മസ്കറ്റ് പ്രിയദർശിനി കൾച്ചറൽ കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പിണറായി സർക്കാരിന്റെ അഴിമതികൾ ജനമധ്യത്തിൽ തുറന്നു കാണിച്ചതിന് പ്രതിപക്ഷ നേതാവിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെയും പേരിൽ ദുഷ്പ്രചരണങ്ങൾ തീർക്കുകയാണ് ഈ പിണറായി സർക്കാർ എന്ന് MPCC കുറ്റപ്പെടുത്തി. ഇതിനെതിരെ കേരള ജനത ഒറ്റക്കെട്ടായി സർക്കാരിനെതിരെ പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് ജനാധിപത്യ വിശ്വാസികളുടെ അഭിപ്രായമെന്ന് MPCC യോഗം വിലയിരുത്തി. പോലീസ് നിയമ ഭേദഗതി പിൻവലിച്ചതിന് പിന്നാലെ പ്രതികരിച്ചുകൊണ്ട് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഇത്തരത്തിലൊരു വാർത്ത കേട്ടതിൽ സന്തോഷമുണ്ടെന്ന് പ്രശാന്ത് ഭൂഷൺ അറിയിച്ചു. പൊതുജന അഭിപ്രായത്തെ മാനിക്കുന്ന മുഖ്യമന്ത്രിമാർ ഇപ്പോഴും ഉണ്ടെന്നറിയുന്നതിൽ
ചാരിതാർത്ഥ്യമുണ്ടെന്നും പ്രശാന്ത് ഭൂഷൺ ട്വിറ്ററിൽ കുറിച്ചു. പുതിയ പോലീസ് ഭേദഗതി ഓർഡിനൻസ് നടപ്പാക്കേണ്ടതില്ല എന്ന സംസ്ഥാന സർക്കാർ തീരുമാനം സ്വാഗതാർഹമാണെന്ന് പുരോഗമന കലാസംഘവും അറിയിച്ചു. കോമഡിക്കും ആക്ഷനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന മോഹൻലാൽ ചിത്രം ആറാട്ടിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ മുഴുവൻ പേര് നെയ്യാറ്റിൻകര ഗോപന്റെ ആറാട്ട് എന്നതാണ്. വരിക്കാശ്ശേരി മനയിൽ ഷൂട്ടിംഗ് ആരംഭിച്ച വിവരം മോഹൻലാൽ തന്നെയാണ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. പെട്രോൾ ഡീസൽ വില തുടർച്ചയായ 4ാം ദിവസവും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 7 പൈസയും ഡീസലിന് 20 പൈസയുമാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. സെപ്റ്റംബർ 22 മുതൽ പെട്രോൾ വിലയിലും ഒക്ടോബർ 2 മുതൽ ഡീസൽ വിലയിലും മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദിവസേനയുള്ള വില നിർണ്ണയം പുനഃസ്ഥാപിക്കാൻ ഓയിൽ കമ്പനികൾ തീരുമാനിച്ചത്. ഇതോടെ ഇന്നത്തെ വോയിസ് ഓഫ് ഒമാൻ സായാഹ്ന വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നാളത്തെ പ്രഭാത വാർത്താ ബുള്ളറ്റിനിൽ. നന്ദി, നമസ്കാരം. Voice of Oman, Voice of Oman, Voice of Oman. സായാഹ്ന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Al Namani Cargo. Worldwide shipping. On-time delivery. 22 years of excellent service in Oman. Door-to-door cargo. ഒമാനിലെ ആദ്യത്തെ മണി എക്സ്ചേഞ്ച് ഗ്രൂപ്പായ പുരുഷോത്തം കാഞ്ചി എക്സ്ചേഞ്ച് നിങ്ങൾക്കായി വീട്ടിലിരുന്ന് പണമടയ്ക്കാനുള്ള സൗകര്യമൊരുക്കാണ്. Visit pkexchange.com and download their app from Google Store or Apple Store.